ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ 2 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യവശാൽ അന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ശരിക്കുള്ള മുറ്റം. ഇതിന്റെ കുടൽ വരെ പുറത്തു വന്നില്ല. ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മൾ ഒരു മഴയെന്ന് പറഞ്ഞാലോ എൻ്റെ അമ്മയെ ഒരു രക്ഷയില്ലാത്ത മഴ. അപ്പം പുറത്തേക്ക് പോലും ഇറങ്ങുന്നില്ലായിരുന്നു കേട്ടോ. വീട്ടിൽ പോയിട്ട് നമ്മൾ അണ്ണക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് പിന്നെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല. അമ്മാതിരി മഴയായിരുന്നു, കാറ്റും. ഇപ്പോൾ ഒരു ചെറുതായിട്ടൊരു ചെറിയ തോച്ച കണ്ടപ്പോൾ അച്ഛൻ ഇവിടെ എല്ലാം വെള്ളം മുഴുവൻ വടിച്ച് വൃത്തിയാക്കി കളഞ്ഞിട്ട് വൃത്തിയാക്കുന്ന പരിപാടിയിലാണ്. നമ്മുടെ മഴ തൂളുന്നുണ്ടല്ലോ. അതെയോ? ഇവിടെ ഫുള്ള് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇതാണ് നമ്മുടെ ശരിക്കുള്ള മുറ്റം. ഇത് താഴെ മുറ്റമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ഇതായി പായലൊക്കെ പിടിച്ചു കേട്ടോ. കാരണം കുറച്ച് ദിവസമായി നമ്മളിവിടെ ക്ലീനൊക്കെ ആക്കിയിട്ട് മഴ കാരണം ചെയ്യാൻ പറ്റണ്ടേ. അതല്ല, ഇത് ഓൾറെഡി ഇതെല്ലാം ഉള്ളതാണ് കേട്ടോ. പോകാൻ ഭയങ്കര പാടാണ്. ചകിരിയൊക്കെ ഇട്ട് കഴിയാറിയാം പോകുന്നല്ലേ. പോകുമായിരിക്കുമോ? നല്ല വൃത്തിയായല്ലേ? ഏത് ചകിരിയുണ്ടോ? ആണോ? നല്ല സാധമുള്ള ഇത് വെച്ച് വരച്ചാലേ ഇത് പോകുള്ളായിരിക്കും. ഈ മുറ്റത്തെ കാടൊക്കെ പറിച്ച് നമ്മൾ സെറ്റാക്കി കേട്ടോ. താഴെ വശം ഇവിടെ ആണ്. ഇത് ഞാനിപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉരച്ച് തേച്ച് കഴുകാമായിരുന്നല്ലേ. അതെ. ഔട്ടൻ ഇപ്പോൾ ഉറങ്ങി എണീറ്റ് വന്നിരിക്കുന്ന ഭാഗമാണ്. നമ്മുടെ ക്ലീനിങ് പകുതി ആയപ്പോഴത്തേക്കും കുഞ്ഞ് വഴക്കുണ്ടാക്കി അച്ഛ കയറി വന്നു. അയ്യോ, കുട എന്തി ചൂടാത്ത? അയ്യോ, ഇതിപ്പോൾ മഴ നനഞ്ഞ് ഇതാ വീണ്ടും ഇവിടെ. ഇവിടെയൊക്കെ വൃത്തിയാക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇത് കണ്ടോ വൃത്തിയാക്കിയിടം. എന്താ ഡിഫറൻസ് ഒന്ന് നോക്കിക്കേ. അടിപൊളിയായില്ലേ? പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഈ സംഭവം ഇത്രയും വെളുക്കുമെന്ന്. മൊത്തം പായലായിരുന്നു. അപ്പോൾ താഴെയൊക്കെ വെളുക്കുമായിരിക്കും അല്ലേ അച്ചാ? മുറ്റം ഇത് കണ്ടോ. ഇവിടെ ചെയ്തതും അവിടെ ചെയ്യാത്തതും ഇടങ്ങൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇപ്പോൾ 7 കൊണ്ട് കഴിഞ്ഞേനെ, പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര മഴയും പെയ്തു. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഒരു സംഭവം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്, നിറച്ച് ലൈറ്റ്. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ? നല്ല രസമാണ് ഇത്. ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമാണ് അല്ലേ? നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി തന്നെ പുതിയൊരു ബ്രഷൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം അത് പോകുമോ ഇല്ലയോ എന്നൊന്ന് ഫസ്റ്റ് ട്രൈ ചെയ്ത്. ഞാനും ആവക്കുട്ടിയും കൂടെ തുണി മടക്കാൻ ഇരുന്നാണ് കേട്ടോ. ഞങ്ങൾ ഈ തറയിലാണ് ഇരിക്കുന്നത്. തറയിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ നമ്മൾ നിലത്താണല്ലോ കിടത്തുന്നത്. അപ്പം നിലത്ത് പകല്. അപ്പോൾ അവിടെ ഞാൻ അവളെയും കൊണ്ട് ഇരുന്നാണ്. അപ്പോൾ കട്ടിലിൽ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ റിസ്ക് ആണല്ലോ, താഴെ പോകുന്നൊക്കെ. അപ്പോൾ ഇതുണ്ട്, ഞാൻ ഇത്രയും തുണികൾ മടക്കാനുണ്ട്. ഇവിടെ വളരെ കുറച്ച് തുണികളാണ് ഞാൻ മടക്കി വെച്ചിരിക്കുന്നത്. മടക്കി വെച്ചേക്കുന്ന തുണികളെല്ലാം എടുത്ത് താഴെ ഇടുക, ആളിച്ച് കുഴച്ച് വാരുക. ഈ ഭാഗത്തേക്ക് അവൾ നോക്കത്തില്ല കേട്ടോ. അത് ഈ ഇവളെന്നല്ല, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പിള്ളേരുടെ സ്വഭാവം അതാണെന്ന്. ഞാനിങ്ങനെ മടിക്കിടിക്കിടിക്ക് മലപോലെ വയ്ക്കും. അവൾ അതൊറ്റ സെക്കൻഡ്. ഈ സോക്സൊക്കെ അവളുടെ കയ്യിരിക്കുന്നുണ്ടോ? അതൊക്കെ ഞാൻ മടക്കി വെച്ചതാണ് അല്ലേ ആവേ? മടക്കി വയ്ക്കുക, അവൾക്കെടുത്ത് നൂത്ത് കളയാം. ഇതാണ് ആവക്കുട്ടിയുടെ പരിപാടി. ഇതാണ് ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഒട്ടുമിക്ക പിള്ളേരും കേട്ടോ. അങ്ങനെയൊക്കെ പിള്ളേരുള്ളത് നിങ്ങളുടെ വീട്ടിലുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഒരു തുണി അവൾ കംപ്ലീറ്റ് ആയിട്ട് മടക്കാൻ സമ്മതിക്കില്ല. ഞാൻ കട വരെ പോയതായിരുന്നു, വേറൊന്നുമല്ല, ഒരു പാല് മേടിക്കാൻ പോയതാണ്. ഞാൻ പോന്നപ്പോൾ അപ്പനും മോളോട് അവിടെ നിൽപ്പുണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എവിടെ പോയാലും അവൾക്ക് യാതൊരു പ്രശ്നമില്ല. മറിച്ച് അച്ചാച്ചൻ പോയി കഴിഞ്ഞാൽ അവൾ കരയും. എങ്ങനെയുണ്ട്? ഇതാണ് പറയണത് അപ്പൻ്റെ മോൾ എന്ന് പറഞ്ഞു. പെൺപിള്ളേർക്ക് അപ്പന്മാരോട് ഭയങ്കര ഇഷ്ടം കൂടുതലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവക്ക്
അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താണ്, പ്രാന്ത്. കാണാമോ നിങ്ങൾക്ക്? കാണത്തില്ല. കളി നിന്ന് നോക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഞാൻ പൊക്കോട്ടടി എന്നൊക്കെ വേണ്ടി ഞാൻ താഴെ നിന്ന് ടാറ്റൊക്കെ കൊടുത്തിട്ട് അവള് ചിരിക്കുക, ഭയങ്കര ചിരി. അങ്ങനെ അച്ഛ പോകുന്നുണ്ടെങ്കിൽ ബഹളം വെക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത്രയും നാൾ അവൾക്ക് ഞാൻ വേണമായിരുന്നു, ഞാൻ എവിടെയും പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇപ്പം നേരെ തിരിച്ചാണ്. അതുകൊണ്ട് എനിക്കിനി എപ്പോഴും വേണമെങ്കിലും പോകാം. നേരെ മറിച്ച് അച്ചാച്ചന് എവിടെയും പോകാൻ പറ്റില്ല. അതാണ് ട്വിസ്റ്റ്. എനിക്കിഷ്ടമായി, വളരെ ഇഷ്ടമായി. ആവേ അമ്മ വന്നോ? നീ ടാറ്റ തരുവാണോ? ഇനിയും പൊക്കോളം പറയുവാണോ? പൊട്ടിച്ചോ? ഏത് മുട്ട? പുഴുങ്ങാൻ വെച്ചതോ? എന്നെ പറ്റി? എന്താണ് ഞാൻ 2 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യവശാൽ അന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് പിന്നെ മറന്നു. അതിന്റെ ഇപ്പോഴാണോ അത് ഓഫ് ചെയ്യുന്നേ? അടി ഇവിടെ ഒരു തുള്ളി തുള്ളി അച്ഛ വന്നിട്ട് ഓഫ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു വന്നില്ലേ മുമ്പ് സ്ലോ മോഷനില്. എന്നിട്ട് കരിഞ്ഞോ? പൊട്ടിച്ചെതറിയോ? ഈശോ അതാവേ. ഇതിന്റെ കുടൽ വരെ പുറത്തു വന്നില്ല. അയ്യോ, സാധാരണ ഞാൻ ഇത് തിളക്കുന്നതിന് വരെ തീ കൂട്ടിയിട്ടിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിടും. ഇന്ന് വാഴപ്പ വെച്ച കാര്യമേ മറന്നുപോയി. വെള്ളം തീർന്നു പോയായിരുന്നോ? അത്ര ഒന്നുമില്ലായിരുന്നോ വെള്ളം? ഒരു മുട്ടയ്ക്ക് കുഴപ്പമില്ല. മറ്റേ പൊട്ടി തരിപ്പണമായിപ്പോയി. തരിപ്പണം നിനക്ക് സന്തോഷല്ലേടി? നീ എന്റെ ടാറ്റ വന്ന് വിടുക അല്ലേടി? തുണ്ടു മുട്ട. ഉമ്മ കൊടുത്ത എല്ലാവർക്കും ഉമ്മ. ഇവിടെ അപ്പനും മോളും കൂടെ വലഞ്ഞു കളിക്കുവാണ്. ഇതിലാരാ നേടുകയെന്നറിയാവോ? ആവക്കുട്ടി. നമ്മളെ കൊണ്ട് പറ്റത്തില്ലേ മുട്ടലിങ്ങനെ. ഇതന്നെ അച്ഛ തളർന്നു. അവേ പൊക്കെ അച്ഛൻ കൂടെ പൊക്കെ. വരാൻ മടുത്തോന്ന്. അച്ചാച്ചാന്ന് വിളിച്ചേ. അച്ചാച്ചാന്ന് വിളിച്ചേ. ടാറ്റ അല്ല അച്ചാച്ചാ. പതുക്കെ രണ്ടുപേരും കൂടെ. സൂപ്പറാണ്, സൂപ്പർ. സൂപ്പർ. ഓക്കെ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ വീഡിയോയ്ക്ക് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ഇന്നലെയാണ് വീഡിയോ എടുത്തത്. വൈൻഡപ്പ് എടുക്കാൻ മറന്നു പോയിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ ആണ് വൈൻഡപ്പ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് ഇപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ ചെറുതായിട്ട് വെയിൽ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇത്ര സമയത്തേക്ക് എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇന്നലെ രാത്രിയിലൊക്കെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അതായത് നമുക്ക് പേടിയാവും കാറ്റിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ. ഈ ലൈൻ കമ്പിയൊക്കെ കിടന്ന് ഇങ്ങനെ ഒരു തരം ഒച്ച കേൾപ്പിക്കുമല്ലോ. എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കിടന്നുറങ്ങാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു. അപ്പം ആവക്കുട്ടിയും അച്ചാച്ചനും അകത്തിരുന്ന് ചോറുണ്ടെന്നു. ആവക്കുട്ടി ചോറുണ്ടല്ല, ആവക്കുട്ടി ചുമ്മാ ഇരിക്കുവാണ്. അച്ചാച്ചൻ ചോറുണ്ടെന്നു. ഞാൻ ഫുള്ളൊന്ന് തുടയ്ക്കുമായിരുന്നു പെരയ്ക്കാവൊക്കെ. അപ്പം അടുക്കളയും കൂടി ഇനി തുടയ്ക്കാനുള്ളൂ. അടുക്കളയും കൂടി തുടയ്ക്കണമെങ്കിൽ ആവക്കുഞ്ഞ് ഉറങ്ങണം. അപ്പോൾ അതൊരു കാര്യം പെൻഡിങ് കൊണ്ട് പിന്നെ ചോറുണ്ടിട്ടില്ല. പിന്നെ ബാക്കി നമ്മുടെ തുണികളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. എല്ലാം ഉണങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. ഈ വിശ്വസിച്ച് നമുക്കിത് ഒട്ടും വെയിലത്തിടാൻ പറ്റില്ലല്ലോ. അതിന് മാത്രമുള്ള തെളിവില്ലാതാണ് കേട്ടോ. ഏത് സമയത്ത് വേണമെങ്കിലും മഴ പെയ്യാം. പ്രത്യേകിച്ച് ഇന്ന് കർക്കിടക ഭാഗം കൂടല്ലേ. അപ്പം മഴ നല്ല രീതിക്ക് മഴ പെയ്യുന്നൊരു ദിവസമാണല്ലോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസായിട്ട് നാളെ വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.